അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വേറെങ്ങുമല്ല, നമ്മുടെ കോന്നിയിലുള്ള എലിഫൻറ്റ് റിസോർട്ടിലാണ്. അതായത് കോന്നി എക്കോ ടൂറിസത്തിലാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ബാക്കി ഡീറ്റെയിലുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ബാ. ഒരു 110 രൂപയാണ് ഇവിടുത്തെ ഫീസെന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഉണ്ടേ, ഇതിലേക്കാണ് പോകുന്നത്. ഇത് ആനകളെ മെരുക്കാൻ ഉപയോഗിക്കുന്ന കൂട്, അതാണ് തോന്നുന്നത്. ഇത് നമുക്ക് നോക്കാം. ഇതാണ് കോന്നിയിലെ ആനക്കൂട്. ഇത് സ്ഥാപിതമായത് 1942-ലാണ്. അതായത് ഇതിനകത്ത് ഈ കൂടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പകം എന്ന പേരിലുള്ള മരമാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.65 മീറ്ററും വീതി 8.60 മീറ്ററും ഉയരം 7 മീറ്ററുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് താപ്പാനകളെ കയറ്റിയിട്ടാണ് ഇവർ ആനകളെ മെരുക്കിയെടുക്കുന്നത്. ഇവിടുത്തെ മെയിൻ താപ്പാനകളെന്നൊക്കെ പറയുന്നത് കോന്നി സുരേന്ദ്രനുണ്ട്, കോന്നിയിൽ കൊച്ചയ്യപ്പനുണ്ട്, പിന്നെ പത്മനാഭനുണ്ട്, ബാലകൃഷ്ണനുണ്ട്, സോമനുണ്ട്, വേണുണ്ട്, രമേശൻ ഉണ്ട്, മണിയുണ്ട്. ചേട്ടൻ ഇവിടുത്തെ ആളാണോ? ഇവിടുത്തെ ആളാണോ? അത് ഇയാളെന്തോ മെരുക്കായിട്ടേക്ക് വന്നോ അതോ ഏതാ? മിരിയും കഴിഞ്ഞല്ലേ? പേരെന്ത് ചേട്ടാ? കൊച്ചയ്യപ്പൻ. കൊച്ചയ്യപ്പനെ കാണാൻ കൊള്ളാം. അവർക്ക് വെള്ളം കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഭരണി കല്ലുകൊണ്ടുണ്ടാക്കിയ അതിൽ കല്ലല്ലേ. അപ്പോൾ ഇവിടെ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ അത്യാവശ്യം കൊച്ചിയും കളിക്കാനുള്ളൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഊഞ്ഞാലുണ്ട്, പിന്നെ കറങ്ങുന്നുണ്ട്, ആനയുണ്ട്. ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പ് വരുന്നവർക്ക് നല്ല അടിപൊളി ഒരു സ്ഥലം, നമ്മുടെ അടുത്തുള്ള ഏറ്റവും അടിപൊളി ഒരു സ്ഥലം. അതാണ് ഇതിൻ്റെ മെയിൻ മ്യൂസിയം ഇവിടുത്തെ. അത് നമുക്ക് ഇച്ച് കഴിഞ്ഞ് ഇതിനകത്തോട്ടൊക്കെ കയറി കാണിക്കാം കേട്ടോ. പിന്നെ ഈ സൈഡിൽ കണ്ടോ, ആനയുടെ ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഗാർഡൻ പോലെ. അതിനകത്ത് കണ്ട എന്തോ പേര് എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. വൈകിട്ട് നോക്കാം, നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകുന്നേ മനസ്സിലാക്കിയില്ല. എന്താ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഈ മ്യൂസിയത്തിലോട്ടൊന്ന് കയറി നോക്കാം. എന്താ ഇവിടെ ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാം. ചെരുപ്പൊക്കെ പുറത്തിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കയറുമ്പോൾ എൻ്റെ ആനയുടെ കുറേ ശില്പങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കേട്ടോ. വാ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഉണ്ടോ ആനയുടെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. നല്ല രസം അത് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വാവൂളി മാമത്തെന്ന് പറയുന്ന സാധനം. ഇത് മാസ്റ്റഡോണ്, ഇത് ഗ്രിഗോഡോണ്, ഇത് ഗോംഫാത്തീരിയ, ഇത് പാലിയോ മാസ്റ്റഡോൺ, ഇത് ഫിയോമിയ, ഇത് മോറിത്തീരിയ. പിന്നെ ഉൾവശമാണിത്. കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോന്നിയിലെ എലിഫൻറ്റ് റിസോർട്ടിൻ്റെയൊക്കെ ചെറിയ മിനിയേച്ചറും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസത്തിനകത്ത് കയറി കാണാൻ. പിന്നെ ഇവിടെ ആനയുടെ ഒരു സ്കെൽറ്റൺ ഉണ്ട് കേട്ടോ. സ്കെൽറ്റൺ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, കറക്റ്റ് അതിൻ്റെ ബോണ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഒരു യഥാർത്ഥ ആനയുടെ ബോണ. ഇത് വലിപ്പം നോക്കാൻ. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കൊമ്പ് മാത്രമേ ഉള്ളൂ. അതൊരു എക്സ്ട്രാ ഫിറ്റിങ്. ആവശ്യം വെച്ചാൽ നിയമപ്രകാരം ആന ചരിഞ്ഞു കഴിഞ്ഞാൽ കൊമ്പ് ഗവൺമെൻറ് കൊടുക്കണമെന്നാണ്. ഒരു കാരണവശാലും അത് മറ്റെങ്ങും സൂക്ഷിക്കാൻ പറ്റത്തില്ല. നല്ല വിലയുള്ള സാധനമല്ലേ. ചുവരിലുള്ള ഫോട്ടോകളും ആനകളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് മുള്ളട എന്ന് പറയും. ഇവനെ മെരുക്കാൻ നേരം ഇവൻ്റെ കാലിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കാലിലൊക്കെ ഇടുന്ന ചങ്ങല ഉണ്ടോ, രസമാണ്. ഇത് നല്ല പവർഫുള്ളായിട്ട് ഉണ്ടാക്കിയ സാധനം കേട്ടോ. പിന്നെ ഇതാണ് അങ്കുശം. എന്തിനു വേണ്ടി എനിക്കൊന്ന് ചെവിത്തോണ്ടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. നൈഫ്, അടിപൊളി കത്തി. അത് രസമുണ്ട്. അത് എനിക്കൊന്ന് അവനെ എന്തെങ്കിലും പുല്ല് വെട്ടാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുണ്ടോ, കൊമ്പ് ചുറ്റ്. ആനയുടെ കൊമ്പിലിടുന്ന സാധനം. അത് എന്തിനൊക്കെയാണെന്ന് ഡീറ്റെയിലായിട്ട് നമ്മൾ പിന്നീട് പറഞ്ഞുതരാം.
പിന്നെ മത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ വരുമ്പം ആനക്കെണി. ഓക്കെ അവൻ്റെ കാലുണ്ട്. ദൈവം എന്തൊരു ഷാർപ്പനാണെന്നറിയത്. നമ്മുടെ അരിക്കൊമ്പനെ കാട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു, അതിൻ്റെ ബാക്കിൽ കൂടെ കാലയിൽ ഇട്ടിട്ട് പിടിച്ച് തോട്ടി കയറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കുത്തി എൻ്റെ കാലേ കയറും സ്പോട്ടിൽ തന്നെ. നല്ല നമ്മുടെ കൈ തന്നെ തൊടുമ്പോൾ നല്ല വേദനയുണ്ട് കേട്ടോ. ആനപ്പല്ലി ഉണ്ടോ, നമ്മുടെ കൈയുടെ വലിപ്പമുണ്ട്. അയ്യോ, ഇതാണ് ആനയുടെ മുട്ടിയട്ട. ഇത് നമ്മുടെ ഈ എന്താ പറയുക, ഈ മണ്ണപ്പോക്കില്ലേ അതുപോലൊക്കെ ഇരിക്കുന്നു. അല്ല, ആനയുടെ സ്കള്ള് കണ്ടോ. നമ്മുടെ എന്തോ പറയുന്നേ, നമ്മുടെ ദേഹത്തിന് അത്രയുണ്ട് എൻ്റെ സ്കള്ള്. ഞങ്ങളുടെ പല്ല്, താഴത്തെ പല്ല്, സൈഡിലെ ജോ പോയിൻ്റുകളാണ്, ലോവർ ജോ, അടിയിലുള്ള നമ്മുടെ അടിയിലെ താടി ഭാഗം. അത് പല്ലൊക്കെ ഇരിക്കുന്നുണ്ട. ആണ് ആനത്തോട്ടിയത്. എന്തൊരു നീളം നോക്കിയാൽ വലിയ ആനത്തോട്ടിയെ കണ്ട. കാട്ടിലുള്ള മിനിയേച്ചറുണ്ടോ, കാടിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇതിനകത്ത് കണ്ട മരം വെട്ടുന്നവരുണ്ട്, മരം മുറിക്കുന്നവരുണ്ട്. എനിക്കത് കൊള്ളക്കാരെല്ലാം കൂടെ കണ്ട. കൂപ്പിൽ ആന തടി കയറ്റുന്നതുണ്ട്. പിന്നെ മേളിലുള്ള ചെറിയ ഹട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എലിഫൻറ്റ് സ്റ്റാമ്പുകൾ. കണ്ട 25 രൂപയുടെ സ്റ്റാമ്പുണ്ട്, 30 രൂപയുണ്ട്, 60 രൂപയുടെ. ഇങ്ങനെ ഓരോ സ്റ്റാമ്പുകളുണ്ട്. എലിഫൻറ്റ് സ്റ്റാമ്പ് ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രീതിയിൽ ഫോട്ടോകളൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ കാണാനേ. നമ്മുടെ ഇത്രയും അടുത്ത് ഇത്രയും സൂപ്പർ സ്ഥലമൊക്കെ നിങ്ങളിങ്ങനെ മിസ് ചെയ്താൽ ഹിമാലയമൊക്കെ കയറാൻ പോകുന്നത്. ആദ്യം ഇതൊക്കെ ഒന്ന് കാണുക വന്നു, ഇതൊക്കെ കണ്ടിട്ട് വന്ന് ഹിമാലയം കാണാം. ഇനിയാണ് നമ്മൾ മെയിൻ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. ഇത് കണ്ടോ, നല്ല വലിയ വലിയ പുള്ളിക്കാരന്മാരെയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 3 പേര് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഒരു പ്രശ്നക്കാരന്മാരാന്ന് തോന്നുന്നു. അതിലേക്കായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇവൻ്റെ പേരാണ് ഈവ. 22 വയസ്സുണ്ട് ഈവയ്ക്ക് കേട്ടോ. പിന്നെ അതാണ്ട് പ്രിയദർശിനി, എൻ്റെ കള്ളേ കൊച്ചു കള്ളി. ഇവിടെ പേര് പ്രിയദർശിനി എന്നാണ്. ഇവക്ക് 40 വയസ്സുണ്ട്. പ്രിയദർശിനിക്ക് 40 വയസ്സുള്ള ആളാണ് കേട്ടോ. പിന്നെ ഇയാളുടെ പേരാണ് മീന. മീന ഇച്ചിരി പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ കാണാനുള്ളത് ഒരു ആർട്ട് ഗാലറിയാണ്. അതായത് ആനയുടെയൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ആർട്ട് ഗാലറി. ബാമ കാണിക്കാം. അതുകൊണ്ട് ആനയെ കൊണ്ടുള്ള തടിയിൽ നല്ല നല്ല അടിപൊളി ഒരുപാട് ശില്പങ്ങളുണ്ട്. ഇതൊക്കെ ഇനി എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. ആനക്കൊമ്പങ്ങാളാണ്. കൊള്ളാല്ലേ. കണ്ടില്ലേ, നെറ്റിപ്പട്ടും കൂടെ എല്ലാം. എനിക്കിതിനകത്ത് ഈ ഒരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഈ വനമൊക്കെ വെട്ടിത്തെളിച്ചിട്ട് വലിയ ഫ്ലാറ്റുകളും സംഭവങ്ങളൊക്കെ കിട്ടുന്നതായിട്ടായിരിക്കും കാണിച്ചേക്കുന്നത്. കുറച്ച് ബുക്സുകളൊക്കെ ഉണ്ട്. മാധവനികലീല, ഐതിഹ്യമാല, ആന കഥകളൊക്കെ കുറേ ഉണ്ട് അവിടെ. വേണ്ടവർക്ക് ഇവിടെ വന്നിരുന്ന് വായിക്കുകയും ചെയ്യും. വള്ളിച്ചെടികളൊക്കെ പടർത്തിയിട്ട് നല്ല രസമുണ്ട്. കണ്ടോ, ഇതാ ഇവിടെ ഇച്ചിരി മൂത്ത ആള്. പിന്നെ ഇവിടെ ഒരു 3D തിയേറ്ററുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടുകളെ. നമ്മളതിൻ്റെ ഉൾവശത്തേക്ക് കയറാൻ കണ്ടോ. ആ ഉണ്ട് ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുനലൂർ റൂട്ടിൽ ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള കോന്നിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആനക്കൂടും. ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വന്നിരുന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടായത്. നേരത്തെ പറഞ്ഞില്ലേ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്ന ഒരു നല്ല സ്ഥലമാണെന്ന്. എൻ്റെ കുറേ കൊച്ചുങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ അവരുടെ ട്രിപ്പാണ് തോന്നുന്നത്.
അധ്യാപകരും എല്ലാവരും ഉണ്ട്. ആനയൂട്ട് നടത്തുന്ന സ്ഥലങ്ങളാണ്. എനിക്കൊന്ന് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന പോയിൻ്റായത് കണ്ടില്ല. അതിന് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ അടുക്കള, നമ്മളൊക്കെ അടുക്കള എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.